നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടനും എംഎൽഎയുമായ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബിജെപിയും മഹിളാ മോർച്ചയും കോൺഗ്രസും ഒക്കെ ഇത്തരത്തിലൊരു രാജി ആവശ്യപ്പെട്ട് രംഗത്ത് വരികയും പ്രതിഷേധം നടത്തുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ ഇതാ ABVPയും മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തിയിരിക്കുകയാണ്. ലൈംഗികാരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ആവശ്യം മുറുകുന്നത്. മാത്രമല്ല മുകേഷിനെതിരെ ഇപ്പോൾ കേസെടുക്കുന്ന നടപടി കൂടെ സ്വീകരിച്ചിരിക്കുകയാണ്. ആരോപണ വിധേയനായ മുകേഷിന് ചെരുപ്പുമാല ചാർത്തിയായിരുന്നു ABVPയുടെ പ്രതിഷേധം. കാസർഗോഡ് നഗരത്തിലായിരുന്നു പ്രതിഷേധം നടന്നത്. കാസർഗോഡ് നഗർ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. MLA ഓഫീസിലേക്കും ഇവർ പ്രതിഷേധം നടത്തി. മുകേഷിന്റെ രാജിക്കായി വിവിധ പ്രതിപക്ഷ സംഘടനകൾ ആവശ്യമുയർത്തുന്നുണ്ട്. പക്ഷേ MLA സ്ഥാനം രാജിവെക്കേണ്ട എന്ന നിലപാടിലാണ് CPM നേതൃത്വം. സമാന ആരോപണങ്ങളിൽ പ്രതിപക്ഷ MLAമാർ രാജിവച്ചില്ലല്ലോ എന്ന ഒരു വാദം CPM സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെക്കുന്നുണ്ട്. 3 പേരാണ് മുകേഷിനെതിരെ രംഗത്ത് വന്നത്. ഇതിനിടെ നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ നടനും MLAയുമായ മുകേഷിനെതിരെ പോലീസ് കേസെടുത്തു. കൊച്ചി മരട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. അമ്മയിൽ അംഗത്വവും സിനിമയിൽ ചാൻസും വാഗ്ദാനം ചെയ്ത് നടിയെ പീഡിപ്പിച്ചെന്നാണ് പരാതി. IPC 376 ബലാത്സംഗം, IPC 354 സ്ത്രീത്വത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെ ബലപ്രയോഗം, IPC 452 അതിക്രമിച്ച് കടക്കൽ, IPC 509 സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അംഗവിക്ഷേപം, വാക്കുകൾ തുടങ്ങിയ വകുപ്പുകളാണ് മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉയരുന്നതിനിടെയാണ് കേസെടുക്കൽ നടപടി ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല മുകേഷിന് പുറമെ ജയസൂര്യ, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ, കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചു, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ എന്നിവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതിൽ ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മറ്റുള്ളവർക്കെതിരെ കൊച്ചിയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നടിയോട് ലൈംഗിക അതിക്രമം കാട്ടിയെന്ന പരാതിയിൽ നടൻ ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വെച്ച് കടന്നു പിടിച്ച് ലൈംഗികമായി അതിക്രമം നടത്തിയതിന് IPC 354, 354A, 509 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ലൈംഗികാതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പമാണ് ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.